ഹായ്, നമസ്കാരം. കുറേ നാളായി നമ്മൾ യൂട്യൂബ് വീഡിയോ ചെയ്തിട്ട് അപ്രോക്സ് ഒരു കൊല്ലത്തിൽ പുറത്തായി കാണും. അതൊന്ന് റീസ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു പരിപാടി നമ്മൾ നോക്കുക. ഇന്ന് നമുക്കൊരു ഡെലിവറി വീഡിയോ ആണ്. ആക്ച്വലി എറണാകുളത്താണ് ഡെലിവറി. അതെന്ന് പറഞ്ഞാൽ 2 മാലയുണ്ട്, 2 ബൊക്കയുണ്ട്, പിന്നെ ഈ ലോങ് കാർഡൊക്കെ ഉണ്ട്, പിന്നെ അതേപോലെ ഈ ചെറിയ ടൈപ്പ് കാർഡൊക്കെ ഉണ്ട്. ഇത് എന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമൽ നമ്മളിതെല്ലാം ചെയ്തുകൊണ്ടിരുന്ന KSRTC കൊറിയർ ത്രൂവാണ്. നൈസിനൊരു പണി കിട്ടി. അതായത് ഈ കാർഡക്കിൻ്റെ എണ്ണം കൂടി പുള്ളി ആദ്യം ഒരു ചെറിയ കാർഡക്ക് പറഞ്ഞ്, പിന്നെ അത് 2ആയി 3ആയി, ഇപ്പോൾ പുള്ളിക്ക് ഏതാണ്ട് 6 എണ്ണം വേണം. അപ്പോൾ 6 കാർഡൊക്കെ കൂടെ നമ്മൾ ഈ കൊറിയർ ബോക്സ് ചെയ്ത് അയക്കുമ്പോഴത്തേക്ക് ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ച് ഇത് ഡയറക്റ്റ് അങ്ങ് ഡെലിവറി ചെയ്തേക്കാം. അപ്പം എറണാകുളത്തോട്ട് പോവാം. ഞാനല്ല ആക്ച്വലി പോകുന്നത്, എൻ്റെ അളിയനും പിന്നെ നമ്മുടെ ഒരു സുഹൃത്തും കൂടെ. അപ്പോൾ ബാക്കി വീഡിയോസൊക്കെ അവന്മാരെടുക്കും, ഇതിൻ്റെ ഡെലിവറി കൊടുക്കുന്നതിൻ്റെതുമെല്ലാം. അപ്പം ഇങ്ങനെ നമുക്കൊരു പരിപാടി അങ്ങ് തുടങ്ങാം. അതായത് കുറേ നാളായി, ഞാൻ പറഞ്ഞില്ലേ, ചെയ്തിട്ടൊരു കൊല്ലമായി. അപ്പോൾ അതിനി നമ്മൾ റീസ്റ്റാർട്ട് ചെയ്ത് യൂട്യൂബ് വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാമെന്നുള്ള ഒരു രീതിയിൽ നിൽക്കുകയാണ്. അപ്പോൾ കാണാം. ഇതിനകത്ത് നമ്മുടെ ഇനി ഒരു പാക്കിംഗ് വീഡിയോ കാണിക്കാം. അതായത് കല്യാണമാല നമ്മൾ തെർമോക്കോൾ ബോക്സിൽ പാക്ക് ചെയ്ത് വിടുന്നതാണ്. അതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ലൈഫ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ജെൽ ഷീറ്റൊക്കെ വെച്ച് പാക്ക് ചെയ്യുമ്പോഴത്തേക്ക് 36 hours അതിന് ലൈഫുണ്ട്. അപ്പോൾ സേഫായിട്ട് ഇരുന്നുള്ളൂ. രണ്ട് മാല പാക്കായിട്ടുണ്ട്. മുല്ലപ്പൂ ഇങ്ങനത്തെ. ഇനി ഇവർക്ക് 50 മുഴം മുല്ലപ്പൂ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഈ സൈഡിലായിട്ട് വെക്കാം. പിന്നെ നമ്മുടെ മാലയുടെ കൂടെ തന്നെ കോംപ്ലിമെൻ്ററി 2 ബൊക്കെ വരുന്നുണ്ട്. അതും കൂടെ ഓക്കെ. ഇത് ഇത്രയും വെച്ച് നല്ല രീതിയിൽ നമ്മൾ പാക്ക് ചെയ്താണ് വിടുന്നത്. അതാകുമ്പോഴത്തേക്ക് നമുക്കും ഒരു ധൈര്യമുണ്ട്, ഭയങ്കര സേഫ്റ്റിയാണ്. അതായത് 36 hours ഇതിന് ലൈഫുണ്ട്, ഡാമേജോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു പാക്കിങ് ചെയ്യുന്നത്. കാർഡൊക്കെ നമ്മൾ നോർമലി കൊടുക്കുക. നമ്മൾ ഓൾറെഡി OSSൽ സെറ്റ് ചെയ്യുന്നതുകൊണ്ട് വരെ ഡാമേജസ് വരത്തില്ല. അപ്പോൾ അത് നമ്മൾ കാറിൽ അല്ലാതെ തന്നെ വെച്ചുകൊണ്ട് പോവാം. ഇത് ആക്ച്വലി 3 പീസിൻ്റെ ഡെക്കാണ്. ഇത് കയറുന്ന കാര്യം തന്നെ ഡൗട്ടായിട്ട് നിൽക്കുക. തൽക്കാലം ഇത് 3 എണ്ണം ഇങ്ങനെ വെക്കാം. 3 കൂടെ ഒറ്റ പീസ് വരുന്നത്. ബാക്കി ഇനി ചെറിയൊരു 6 കാർഡൊക്കെ ഉണ്ട്, അത് ചെയ്യണം. ഈ ടൈപ്പ് ഒരു 6 എണ്ണം ഉണ്ട്. ഇതിനകത്ത് എവിടെ കുത്തി കയറ്റുമെന്ന് അറിയത്തില്ല. ഒന്നുകൂടെ അങ്ങ് വെക്കാം. ആറ് 1 2 3 4 5 6 ചെറുത്, ഒരു വലുത്, പിന്നെ മാലയും ബാക്കിയെല്ലാം മുല്ലപ്പൂ എല്ലാം അതിലുണ്ട്. അപ്പോൾ ഓക്കെ, റെഡി. നമ്മളിപ്പോൾ തിരുവല്ല എത്തി. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറുവാണ്. പക്ഷെ വണ്ടി നമ്മൾ ഓഫ് ചെയ്യുന്നില്ല, കാരണം പൂ ഡാമേജ് ആവും അല്ലെങ്കിൽ.
ലക്ഷ്മി ഫ്ലവേഴ്സ് കൊട്ടാരക്കരനെ ഞാൻ ആക്ച്വലി പരിചയപ്പെടുന്നത് ഇൻസ്റ്റാഗ്രാം വഴിയാണ്. അവരുടെ ഒരുപാട് പോസ്റ്റും കാര്യങ്ങളൊക്കെ കണ്ടു. അങ്ങനെയാണ് ഞാൻ എൻ്റെ കല്യാണം ആയപ്പോഴത്തേക്കും ഇവരെ തന്നെ ഈ ഗാർലൻസും ബൊക്കറ്റ്സൊക്കെ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഇനീഷ്യലി ഞാൻ അവരുടെ ഒരു പെർട്ടിക്കുലർ സ്റ്റാഫായിട്ട് സംസാരിച്ചു. കാര്യങ്ങളെല്ലാം അവർ എനിക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞു തന്നു. റീസണബിളായിട്ട് കാര്യങ്ങൾ ചെയ്തു. ഏറ്റവും ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കാര്യം വീട്ടിൽ അവർ ഡെലിവറി ചെയ്ത് തന്നു. ഈവൻ ഓർഡിനറി ബൊക്കറ്റ്സ് ആയാൽ പോലും അവർ വീട്ടിൽ ഡെലിവറി ചെയ്ത് തന്നു. പ്രീമിയം കാർ ഡെക്കോസും ചെയ്ത് തന്നു, ഗാർലൻസും അങ്ങനെ എല്ലാ കാര്യങ്ങളും. ഭയങ്കര സർവീസിൻ്റെ കാര്യത്തിലൊക്കെ ഞാൻ ഹൈലി പ്ലീസ്ഡ് ആണ്. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനും അതേപോലെ തന്നെ എൻ്റെ കസിൻസിൻ്റെ ഓരോ ആൾക്കാരുടെ ആവശ്യങ്ങൾക്കും ഞാൻ ലക്ഷ്മി ഫ്ലവേഴ്സിന് എന്തായാലും റെക്കമെൻഡ് ചെയ്യുന്നതാണ്. അടിപൊളിയായിരുന്നു. ഓൾ കേരള ഡെലിവറി ഉള്ളതുകൊണ്ടൊക്കെ പിന്നെ റീസണബിൾ പ്രൈസ്, ഇതൊക്കെ എന്താ പറയുക മിഡിൽ ക്ലാസ് പോലത്തെ ഫാമിലിക്ക് ഭയങ്കര ഇതാണ്. എന്തായാലും നല്ല രീതിയിൽ ഇതാവട്ടെ എന്ന് പറയുന്നു. നമ്മുടെ കസ്റ്റമറിന് ഫ്ലവേഴ്സൊക്കെ ഡെലിവറി ചെയ്തിട്ട് ഞങ്ങളതാണ്ട ചാർജിങ് ചെയ്യാൻ വേണ്ടിയിട്ട് കയറിയതാണ്. ചാർജിങ്ങിന് ഇട്ടിട്ട് ഫുഡ് കഴിക്കുക, പോവുക. ഇനി കുറച്ച് ഒരു അരമണിക്കൂർ ചാർജ് ചെയ്യുക, പോവുക. ഓക്കെ, ബൈ.